സാർ, ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള അപാകതകളെ സംബന്ധിച്ചാണ് സാർ എൻ്റെ സബ്മിഷൻ. അതിൽ മൈലക്കാട്, കൊട്ടിയം, പറക്കുളം, ഉമേനല്ലൂർ, മേവറം, കല്ലുംതാഴം, അയത്തിൽ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ അപാകതയെ സംബന്ധിച്ചാണ്. ഒന്ന്, മൈലക്കാട് പ്രദേശത്ത് ആറിവാൾ തകർന്നു വീണു. തലനാടിലേക്കാണ് സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ളത് അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. പറക്കുളം ഭാഗത്ത് ആറിവാൾ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. ആ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതിനോടൊപ്പം തന്നെ മഴക്കാലമാകുമ്പോൾ ഈ ആറിവാളിന് ഇടയിൽ കൂടി വെള്ളം പുറത്തേക്ക് ചാടുകയാണ്. അവിടെ സിമൻറ്റ് കൊണ്ടുവന്ന് തേച്ചിട്ട് പോവുകയാണ്. വീണ്ടും മഴ വരുമ്പോൾ ആ സിമൻറ്റ് ഇളകി വീഴുകയാണ്. ഏത് സമയവും എന്തും സംഭവിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ്. ഹൈവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവീസ് റോഡ് ആണത്. അവിടെ ഈ നിലവിലുള്ള ഭൂമിക്ക് താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള മണ്ണാണ് കയറ്റി വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് മുമ്പ് വയൽ പ്രദേശമായിരുന്നു. ആവശ്യമായ പരിശോധന നടത്താതാണ് ആ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ മണ്ണിട്ടുള്ളത് മാറ്റി അവിടെ എലിവേറ്റഡ് ബ്രിഡ്ജ് സ്ഥാപിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ ഉമേലൂർ ജംഗ്ഷനിൽ ഒരു അടിപ്പാത നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് സാർ. 2 വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല. ആ അടിപ്പാതയിലേക്ക് വാഹനങ്ങൾക്ക് കയറാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ് ആ അടിപ്പാത നിർമ്മിച്ചിരിക്കുന്നത്. അത് വിപുലീകരിക്കേണ്ടത് അത്യാവശ്യമാണ് സാർ. അതുപോലെ അയത്തിൽ പ്രദേശത്ത് ആറിവാൾ ഇളകി വീണു സാർ. ആ ഇളകി വീണു. അതുപോലെ അവിടുന്ന് വന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനായ പള്ളിമുക്കിലേക്ക് തിരിയാൻ പോലും കഴിയാത്ത തരത്തിൽ കുപ്പിക്കഴുത്താക്കി വെച്ചിരിക്കുകയാണ്. വാഹനങ്ങൾക്ക് തിരിയാനേ കഴിയില്ല. അവിടെ സ്ഥലം ഏറ്റെടുത്ത് അത് വിപുലപ്പെടുത്തേണ്ടതുണ്ട്. കല്ലുംതാഴം പ്രദേശത്തേക്ക് വരുമ്പോൾ കല്ലുംതാഴം പ്രദേശത്ത് സർവീസ് റോഡുകൾ ബ്രേക്കാവുകയാണ് സാർ. ഇടയ്ക്കൂടെ റെയിൽവേ ലൈൻ പോകുന്നുണ്ട്. ഹൈവേ അതിൻ്റെ മുകളിൽ കൂടി പണിതു. പക്ഷേ സർവീസ് റോഡ് കല്ലുംതാഴയിൽ നിന്ന് വരുന്നവർക്ക് റെയിൽവേ ലൈനിൻ്റെ മുമ്പിൽ ബ്രേക്കാവുന്നു, മേവറത്തുനിന്ന് വരുന്നവർക്കും ബ്രേക്കാവുന്നു. ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ അയത്തിൽ നിന്ന് വരുന്നവർക്ക് പാൽക്കുളങ്ങരയിൽ ബ്രേക്കാവുന്നു, കല്ലുംതാഴയിൽ നിന്ന് വരുന്നവർക്കും ബ്രേക്കാവുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ റോഡ് ബ്ലോക്ക് ആവുകയാണ് സാർ. സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. തികച്ചും അശാസ്ത്രീയമായ തരത്തിൽ ജനങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സൗകര്യങ്ങൾ പോലും ഇല്ലാതാക്കുന്ന തരത്തിലാണ്. അതുകൊണ്ട് തന്നെ അതിൽ അടിയന്തരമായി ഇടപെട്ട് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ NHA ആണ് ചെയ്യുന്നതെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റിന് കഴിയാവുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി പറക്കുളം ഭാഗത്ത് എലിവേറ്റഡ് ബ്രിഡ്ജും അതുപോലെ ഉമേനല്ലൂരിൽ ഇത് അടിപ്പാത വിപുലപ്പെടുത്തുക, അയത്തിൽ പ്രദേശത്ത് ഭൂമി ഏറ്റെടുത്ത് അവിടെയും വിപുലമാക്കേണ്ടതുണ്ട്. കല്ലുംതാഴത്ത് സഞ്ചരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരണം സാർ. ഇതാണ് എന്റെ സബ്മിഷൻ. മിനിസ്റ്റർ സാർ, സംസ്ഥാനത്ത് ദേശീയപാത 66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ബഹുമാന്യനായിട്ടുള്ള ശ്രീ നൌഷാദ് MLA ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. ദേശീയപാത അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന പ്രവൃത്തിക്കിടെ കൊല്ലം ജില്ലയിലെ മൈലക്കാട് ഒരു റീഇൻഫോഴ്സ്ഡ് സോയിൽ വോളിന് തകർച്ച സംഭവിച്ചിരുന്നു. അപകടം നടന്ന അന്ന് തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിക്ക് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കത്തയക്കുകയും ഉന്നതതല പരിശോധന ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഒരു വിദഗ്ധ സമിതിയെ കൊണ്ട് പരിശോധിപ്പിക്കുമെന്ന് NHA ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ IIT-യിലെ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തി ഉന്നതതല വിദഗ്ധ സമിതി രൂപീകരിക്കുകയും സ്ഥലം സന്ദർശനം നടത്തി സമിതി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. ഈ സമിതി ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ പരിഹാര നടപടികളും തകർച്ച സംഭവിച്ച ഭാഗത്ത് സ്ഥിരത ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളും നടപ്പിലാക്കി വരുന്നതായി ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തകർച്ചയ്ക്ക് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചു വരുന്നതായും പരിഹാര നടപടികളും തകർച്ച സംഭവിച്ച ഭാഗത്ത് സ്ഥിരത ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളും കൺസഷണറിയുടെ റിസ്ക് ആൻഡ് കോസ്റ്റിൽ തന്നെ നടത്തി വരുന്നതായും ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ദേശീയപാത അതോറിറ്റി നടപ്പാക്കുന്ന ദേശീയപാത 66-ന്റെ 17 സ്ട്രെച്ചുകളിൽ പൂർത്തിയായതും പുരോഗമിക്കുന്നതും ഉൾപ്പെടെയുള്ളവ, റീഇൻഫോഴ്സ്ഡ് സോയിൽ വോൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ട്രക്ചറുകളുടെയും മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള ലാബ് പരിശോധനകൾ നടത്തുന്നതിനായി 10 പ്രത്യേക വിദഗ്ധ ഏജൻസികളെ ഏർപ്പെടുത്തി സമഗ്ര ജിയോ ടെക്നിക്കൽ പഠന പരിപാടി കോംപ്രിഹെൻസീവ് ജിയോ ടെക്നിക്കൽ പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട്. വിദഗ്ധ സമിതിയുടെ കണ്ടെത്തലുകൾ, ജിയോ ടെക്നിക്കൽ പഠന റിപ്പോർട്ടുകൾ, സാമൂഹിക പരിഗണനകൾ എന്നിവ സംയുക്തമായി പരിശോധിച്ച ശേഷം ഓരോ റീഇൻഫോഴ്സ്ഡ് സോയിൽ വാളിൻ്റെയും
ഡിസൈൻ, നിർമ്മാണം എന്നിവ പുനഃപരിശോധിച്ച ശേഷം ആവശ്യമായെടുത്ത് ശക്തിപ്പെടുത്തൽ, പുനർരൂപകൽപ്പന അഥവാ പൊളിച്ചു നീക്കൽ, വയഡക്റ്റ് നിർമ്മാണം എന്നിവ പരിഗണിക്കുന്നതാണ് എന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. നിർദ്ദിഷ്ട സുരക്ഷയും സ്ഥിരതാ മാനദണ്ഡങ്ങളും പൂർണ്ണമായി പാലിച്ച ശേഷമേ ഏതൊരു റോഡ് ഭാഗവും ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുകയുള്ളൂ എന്ന ഉറപ്പും ദേശീയപാത അതോറിറ്റി നൽകിയിട്ടുണ്ട്. ഇത് പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുവാൻ പൊതുമരാമത്ത് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാന്യനായിട്ടുള്ള MLA ഇവിടെ ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങൾ പ്രത്യേകമായി NHAയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് സർ.